ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു ശിവമന്ത്രത്തെ പറ്റിയാണ്. അതായത് നമുക്ക് ഉള്ളിൽ ഉൾഭയങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അജ്ഞതയാൽ ഉണ്ടാകുന്ന ഭയം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അജ്ഞതയാണ്. അപ്പോൾ ആ അജ്ഞതയാൽ ഉള്ള ദൈവീയ വിശ്വാസങ്ങൾ കുറയുമ്പോഴാണ് നമുക്ക് ഉൾഭയങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഭയത്തെ നീക്കി, അതായത് നമ്മുടെ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് നമ്മുടെ വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ആളാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്. ആ ഭഗവാന്റെ ആ ത്രികാല ജ്ഞാനിയായ നമ്മുടെ ജഗദീശ്വരൻ്റെ ഒരു മന്ത്രമാണ്. അതായത് ഒരു മന്ത്രമല്ല, ഒരു ഗായത്രി മന്ത്രമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അതായത് ശിവഗായത്രി മന്ത്രം ജപിച്ചാൽ നമുക്ക് ഉൾഭയങ്ങളെല്ലാം മാറി, നമ്മുടെ അജ്ഞതയെല്ലാം മാറി, നമുക്ക് വിജ്ഞാനമാകുന്ന വെളിച്ചം ഭഗവാൻ തുറന്നു തരുന്നതായിരിക്കും. അതിനാൽ എല്ലാവരും ഈ മന്ത്രം ഒക്കുമെങ്കിൽ ഞായറാഴ്ച ദിവസം ജപിക്കുക. അന്ന് കുളി കഴിഞ്ഞ് തലേ ദിവസമേ നോയമ്പെടുത്ത് ചെയ്യാമെങ്കിൽ വെജൊക്കെ കഴിച്ചിട്ട് നോൺ വെജൊന്നും കഴിക്കാതെ അങ്ങനെ ചെയ്യാമെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. അതല്ലെങ്കിൽ അല്ലാതെ വേണമെങ്കിലും നമുക്ക് ജപിക്കാം, പ്രശ്നമൊന്നുമില്ല. ആ ദിവസം നമ്മൾ ആ ജപിക്കുന്ന അന്ന് രാവിലെ ഈ മന്ത്രം ജപിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ നോൺ വെജൊന്നും കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അതിനായിട്ടൊരു ദിവസം ഞായറാഴ്ചയാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ളത്. ആ ദിവസം സെലക്ട് ചെയ്യുക. നമുക്ക് എന്ത് കാര്യത്തിനും, ഇപ്പോൾ ഒരു ജോലിക്ക് നമ്മൾ നോക്കുന്നു, ജോലിക്ക് പോകാൻ, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ഭയമാണ്. അതുപോലെ നമുക്ക് രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കാനൊരു പേടി, അല്ലെങ്കിൽ നമ്മൾ ഈ നിൽക്കുമ്പോഴും നമുക്ക് പിറകിൽ നിന്നാരോ വരുന്നതായിട്ടൊരു ഫീൽ വരിക, അങ്ങനെയൊക്കെ ഒരു ഭയം മിക്കവരിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഭയത്തെ നീക്കി, അത് നമ്മുടെ ആ ഭയം എന്ന ആ ഒരു വികാരത്തെ നമ്മളിൽ നിന്ന് തുടച്ച് കളഞ്ഞിട്ട് വിജ്ഞാനമാകുന്ന വെളിച്ചം അവിടെ നമുക്ക് ഭഗവാൻ തരുന്നതായിരിക്കും. ഈ മന്ത്രം നിങ്ങൾ എന്നും ജപിക്കാമെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. അതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഉറപ്പായിട്ട്, ഇതൊരു 3 വരി മന്ത്രമേ ഉള്ളൂ, ശിവഗായത്രി മന്ത്രം. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഉറപ്പായിട്ടും ഇത് ജപിക്കാൻ ശീലിപ്പിക്കുക. അതായത് രാവിലെ തന്നെ അവരെ കുളിച്ച് ഈ മന്ത്രം ജപിച്ചതിന് ശേഷം അവർക്ക് ഫുഡൊക്കെ കൊടുക്കാൻ നോക്കുക. അതായത് അവരിലുണ്ടാകുന്ന ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നത്, അവരിലെ ഉൾഭയങ്ങളൊക്കെ മാറി ഒരു നല്ല ധൈര്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുന്നതിനും, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭയം, ആ ഭയം കാരണം നമുക്ക് ചിലപ്പോൾ പലപ്പോഴും തൊഴിൽ നഷ്ടപ്പെട്ടേക്കാം. അതുപോലെ തന്നെ നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകണം. അപ്പോൾ നമുക്ക് ഉള്ളിൽ ഭയം ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻസ് വരാം, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പേടി വരും. പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതുപോലെ ആരും പിന്നിൽ നിൽക്കുന്നോന്നോ അങ്ങനെയൊക്കെ ഓരോ തോന്നൽ വരും. അപ്പോൾ ഇതിലെല്ലാം മാറിയിട്ട് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാകാൻ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ പവർഫുള്ളായ മന്ത്രം ഇതാണ്: ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. മന്ത്രം ഒന്നുകൂടി പറയാം: ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഈ മന്ത്രം നിങ്ങൾ ഒക്കുമെങ്കിൽ എന്നും ജപിക്കുക. രാത്രിയിലും ജപിച്ചിട്ട് കിടക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളൊരു വ്രതം പോലെ ഇതൊരു എടുത്ത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞായറാഴ്ചകളിൽ കുളി കഴിഞ്ഞ് വന്ന് ഭഗവാന്റെ മുന്നിൽ വിളക്ക് വെച്ചതിന് ശേഷം ഭസ്മക്കുറി അണിഞ്ഞതിന് ശേഷം ഇത് ജപിക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ.